പുതിയ ചട്ടി മേടിച്ചാൽ അത് മയത്തെന്ന് പറയും. എനിക്കറിയില്ല അങ്ങനെയാണോ പറയുന്നതെന്ന്, എല്ലാവരും അങ്ങനെയാണോ പറയുന്നത് അറിയില്ല. കാരണം ഇതിന് ബലം കിട്ടാനും എളുപ്പം പൊട്ടിപ്പോകാതിരിക്കാനും ചട്ടിക്ക് നല്ല ചട്ടിയിൽ കറിയിൽ വെച്ചാലും നല്ല രുചി കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മയത്തെന്ന് പറയും. അപ്പം പുതിയ ചട്ടി മേടിച്ചിട്ട് നന്നായിട്ട് ഡിഷ് വാഷ് ഉപയോഗിച്ച് തേച്ച് കഴുകിയതിന് ശേഷം ഇതിലേക്ക് എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെയാണോ എന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് നകക്കെ നമ്മൾ അരി കഴുകിയ വെള്ളം, നമ്മുടെ വീട്ടിൽ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കണം, ഒത്തിരി വെള്ളമുണ്ട്. അപ്പോൾ അത് 2 ചട്ടിയിൽ നകക്കി ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ചട്ടി അടുപ്പയിൽ വെച്ച് ഇത് തിളപ്പിക്കും, നന്നായിട്ട് വേവിക്കും. തിളച്ച് നന്നായിട്ട് നമ്മുടെ ചട്ടി അങ്ങ് വേവും, ആ വെള്ളം കുറേ അങ്ങ് കുടിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ തണുക്കാൻ മാറ്റും. അപ്പോൾ 2 ചട്ടിയും ഞാൻ അടുപ്പ് വെച്ചു, നന്നായിട്ട് തിളപ്പിച്ചിറക്കി വെച്ച് തണുത്തതിന് ശേഷമുള്ള രംഗമാണിത്. തണുത്ത് കഴിയുമ്പോൾ എൻ്റെ തികക്ക നിന്ന വെള്ളം നമ്മുടെ താഴെ അതിൻ്റെ വരയായി. അപ്പോൾ ഈ തിളച്ച് ഇറക്കി വെച്ചിരുന്നതിന് ശേഷം അതൊന്ന് കുടിച്ചെടുത്തതാണ്. അതിനുശേഷം ചട്ടി നന്നായിട്ട് വീണ്ടും കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയെ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ചട്ടിയിലും തൂത്തിട്ട് നമ്മൾ കനലടുപ്പിൽ, അതായത് വിറകടുപ്പിൽ തന്നെ കത്തിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഗ്യാസിലും കത്തിച്ചു. ഗ്യാസിൽ ഇതിൻ്റെ എണ്ണയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല മയപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലൊരു മെഴുപഴാന്നിരിക്കും, നല്ലതാണ് മെഴുക്ക് വറ്റാനൊക്കെ. കണ്ടില്ലേ, ആ ചട്ടി കുടിച്ചതേ ഇല്ല ആ എണ്ണ അതുപോലെ അവിടെ കിടപ്പുണ്ട്. 2 ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ.